റസൂൽ പൂക്കുട്ടി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. സർക്കാർ മാറിയ പശ്ചാത്തലത്തിലാണ് രാജി. 6 മാസം മുൻപാണ് റസൂൽ പൂക്കുട്ടി ചെയർമാനായി സ്ഥാനമേറ്റത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ച പശ്ചാത്തലത്തിലായിരുന്നു റസൂൽ പൂക്കുട്ടിയെ ചെയർമാനാക്കി ഭരണസമിതി പുനഃസംഘടിപ്പിച്ചത്. ചെയർമാൻ സ്ഥാനത്തേക്ക് നടന്മാരായ ജഗദീഷ്, സലീം കുമാർ, ദീപു കരുണാകരൻ എന്നിവരുടെ പേരുകളാണ് സർക്കാർ പരിഗണിക്കുന്നത്. വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരനും മധുപാലും രാജി നൽകി. ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് മാതൃവകുപ്പിലേക്ക് മടങ്ങും. ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാനായി പ്രേംകുമാറും പരിഗണനയിലുണ്ട്. സംവിധായകൻ രഞ്ജിത്ത് സ്ഥാനമൊഴിഞ്ഞ ശേഷം ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനായിരുന്ന പ്രേംകുമാർ ആയിരുന്നു ആക്ടിംഗ് ചെയർമാൻ. ഇദ്ദേഹത്തെ മാറ്റിയാണ് 6 മാസം മുൻപ് റസൂൽ പൂക്കുട്ടിയെ നിയമിച്ചത്. പ്രേംകുമാറിനെ ചെയർമാനാക്കാതെ റസൂൽ പൂക്കുട്ടിയെ നിയമിച്ചത് വലിയ വിവാദമായിരുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് റസൂൽ പൂക്കുട്ടി. സർക്കാർ മാറിയ പശ്ചാത്തലത്തിലാണ് റസൂൽ പൂക്കുട്ടി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചിട്ടുള്ളത്. 6 മാസം മുൻപായിരുന്നു റസൂൽ പൂക്കുട്ടി ഈ ഒരു ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ച പശ്ചാത്തലത്തിലായിരുന്നു റസൂൽ പൂക്കുട്ടി ഇത്തരത്തിൽ ഭരണസമിതി പുനഃസംഘടിപ്പിച്ചിട്ടുള്ളത്. ചെയർമാൻ സ്ഥാനത്തേക്ക് നടന്മാരായ ജഗദീഷ്, സലീം കുമാർ, ദീപു കരുണാകരൻ എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ സർക്കാർ പരിഗണിക്കുന്നത്.